എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗം 1 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ആഖ്യാനം ചെയ്തത്. ഇന്ന് നമുക്ക് 11-ാം ശ്ലോകം മുതൽ, സാഖ്യയോഗത്തിലെ 11-ാം ശ്ലോകം മുതൽ മലയാളത്തിലുള്ള ആഖ്യാനം കേൾക്കാം. ശ്ലോകം 11. ശ്രീഭഗവാനുവാച അശോച്യാനശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസുന ഗദാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ അരുളി ചെയ്തു. അശോച്യാൻ അന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ എന്ന് പറഞ്ഞാൽ, അശോച്യാൻ ഒരു വിധത്തിലും ദുഃഖിക്കപ്പെടേണ്ടാത്തവരായ ഭീഷ്മദ്രോണാദികളെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു വേർഡാണ് അശോച്യാൻ. അന്യശോചഃ, അന്യശോചഃ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നു. ത്വം നീ. അപ്പം അശോച്യാൻ അന്യശോചസ്ത്വം. ഇനി പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, പ്രജ്ഞാവാദാൻ വിവേകികളുടെ വാക്കുകളെ, ഭാഷസേ ച പറയുകയും ചെയ്യുന്നു. ഗദാസുന ഗദാസുംശ്ച എന്ന് പറഞ്ഞാൽ, ഗദാസുൻ എന്ന് പറഞ്ഞാൽ മരിച്ചവരെ പറ്റിയും, അഗദാസുൻ ച ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും, നാനുശോചന്തി പണ്ഡിതാഃ ന അനുശോചന്തി ദുഃഖിക്കുകയില്ല, പണ്ഡിതാഃ അറിവുള്ളവർ. അപ്പോൾ മുഴുവൻ അർത്ഥം പറയുകയാണെങ്കിൽ, ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയാണ്, ഒരു വിധത്തിലും ദുഃഖിക്കപ്പെടേണ്ടാത്തവരായ ഭീഷ്മദ്രോണാദികളെ ഉദ്ദേശിച്ച് നീ ദുഃഖിക്കുന്നു. വിവേകികളുടെ വാക്കുകളെ പറയുകയും ചെയ്യുന്നു. മരിച്ചവരെ പറ്റിയും ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും അറിവുള്ളവർ ദുഃഖിക്കുകയില്ല എന്നാണ് പറയുന്നത്. അർജുനനോട് ഭഗവാൻ പറയുന്നതാണ്. ശ്ലോകം 12. ന തേ വാഹം ജാതുനാസം ന ത്വം നേമേ ജനാധിപാഃ ന ചൈവ ന ഭവിഷ്യാമഃ സർവേ വയമതഃ പരം. ന തേ വാഹം ജാതുനാസം ന ആസം തു ന ഏവ എന്ന് പറഞ്ഞാൽ ഇല്ലാതിരുന്നിട്ടില്ല. അഹം ഞാൻ, ജാതു ഒരു കാലത്തും, ത്വം നീയും, ന ഇല്ലാതിരുന്നിട്ടില്ല, ഇമേ ജനാധിപാഃ ഈ രാജാക്കന്മാരും, ന ചൈവ ന ഭക്ഷ്യാമഃ സർവേ വയമതഃ പരം സർവേ വയം നമ്മളെല്ലാവരും, അതഃ പരം ഇതിന് അതായത് ഈ ജന്മത്തിന് ശേഷം, ന ഭവിഷ്യാമഃ ഭാവിയിൽ ഇല്ലാതാവുക എന്ന അവസ്ഥയും, ന ച ഏവ ഉണ്ടാവുകയില്ല തന്നെ. മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു കാലത്തും ഇല്ലാതിരുന്നിട്ടില്ല, നീയും ഇല്ലാതിരുന്നിട്ടില്ല, ഈ രാജാക്കന്മാരും ഇല്ലാതിരുന്നിട്ടില്ല, നമ്മളെല്ലാവരും ഇതിനു ശേഷം അതായത് ഈ ജന്മത്തിനു ശേഷം ഭാവിയിൽ ഇല്ലാതാവുക എന്ന അവസ്ഥയും ഉണ്ടാവുകയില്ല തന്നെ എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 13. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ, ദേഹിന ജീവന്, അസ്മിൻ ദേഹേ ഈ ശരീരത്തിൽ, യഥാ എപ്രകാരം, കൗമാരം യൗവനം ജരാ കൗമാരം കൗമാരവും, യൗവനം യൗവനവും, ജരാ വാർദ്ധക്യവും ഉണ്ടാവുന്നുവോ, തഥാ
അപ്രകാരം തന്നെയാണ് ദേഹാന്തരപ്രാപ്തിർധീരസ്തത്ര ന മുഹ്യതി. ദേഹാന്തരപ്രാപ്തി മറ്റൊരു ശരീരത്തെ സ്വീകരിക്കലും, തത്ര ആ അവസ്ഥയിൽ, ധീരഃ ധീരനായവൻ, ന മുഹ്യതി മയങ്ങുക പതിവില്ല. മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, ജീവന് ഈ ശരീരത്തിൽ എപ്രകാരം കൗമാരവും യൗവനവും വാർദ്ധക്യവും ഉണ്ടാകുന്നുവോ അപ്രകാരം തന്നെയാണ് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കലും. ആ അവസ്ഥയിൽ ധീരനായവൻ മയങ്ങുക പതിവില്ല. ഇത് ഡയറക്റ്റ് അർത്ഥം മാത്രമാണ് പറയണത് കേട്ടോ. ശ്ലോകം 14. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യസ്താംസ്തി തിക്ഷസ്വ ഭാരത എന്ന് പറഞ്ഞാൽ, കൗന്ദേയ കുന്തിപുത്രനായ അർജുന, മാത്രാസ്പർശാഃ തു കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് ശബ്ദസ്പർശരൂപേണ ഗന്ധങ്ങളോടുള്ള ചേർച്ചയാകട്ടെ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ നൽകുന്നതാണ്. ആഗമാപായിനഃ വരികയും പോവുകയും ചെയ്യുന്നവയും, അനിത്യാഃ നശിക്കുന്നവയുമാണ്. ഭാരത ഭരതൻ്റെ ശ്രേഷ്ഠവംശത്തിൽ പിറന്നവനെ, താൻ അവയെ, അതായത് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം മുതലായവയെ തിദിക്ഷസ്വ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പോൾ മുഴുവൻ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, കുന്തിപുത്രനായ അർജുന കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങൾക്ക് അവയുടെ ശബ്ദ, സ്പർശ, രൂപ, സുഗന്ധ ഒക്കെ അറിയാനുള്ള ആ കഴിവാകട്ടെ ശീതം, ഉഷ്ണം, ദുഃഖം, സുഖം എന്നിവയെ നൽകുന്നതാണ്. വരികയും പോവുകയും ചെയ്യുന്നവയും നശിക്കുന്നവയുമാണ്. ഭരതൻ്റെ ശ്രേഷ്ഠവംശത്തിൽ പിറന്നവനെ ഈ ഗുണങ്ങളെ, അതായത് ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം മുതലായവയെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിച്ചാലും എന്നാണ് പറഞ്ഞത്. ശ്ലോകം 15. യം ഹി ന വ്യഥയന്ത്യത്തെ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പത്തെ. യം ഹി ന വ്യഥയന്ത്യത്തെ പുരുഷം പുരുഷർഷഭ എന്ന് പറഞ്ഞാൽ, ന വ്യഥയന്തി ദുഃഖിപ്പിക്കുന്നില്ലയോ, യം ധീരം പുരുഷം യാതൊരു ധീരനായ വ്യക്തിയെ, ഏതേ ഇവകൾ എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞ ശീതോഷ്ണ സുഖദുഃഖങ്ങൾ, അത് പുരുഷർഷഭ പുരുഷരിൽ ശ്രേഷ്ഠനായ അർജുന, സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പത്തെ. സമദുഃഖസുഖം ദുഃഖത്തിലും സുഖത്തിലും മനസ്സിന് ക്ഷോഭം തട്ടാത്തവനായ, സ അവൻ, അമൃതത്വായ മോക്ഷപ്രാപ്തിക്ക്, കൽപ്പതേ ഹി അർഹനായിത്തീരുന്നു നിശ്ചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷരിൽ ശ്രേഷ്ഠനായ അർജുന ഈ ഗുണങ്ങൾ, അതായത് ശീതോഷ്ണ സുഖ ദുഃഖങ്ങൾ യാതൊരു ധീരനായ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നില്ലയോ, സുഖത്തിലും ദുഃഖത്തിലും മനസ്സിന് ക്ഷോഭം തട്ടാത്തവനായ അവൻ മോക്ഷപ്രാപ്തിക്ക് അർഹനായിത്തീരുന്നു നിശ്ചയം എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ആഖ്യാനം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നന്ദി. ഇന്ന് നിർത്തുകയാണ്. നന്ദി.